പഠിക്കുമ്പോഴാണ് നമ്മൾ എന്തിനാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ, MSFന്റെ, യൂത്ത് ലീഗിന്റെ ഭാഗമാകണം എന്നുള്ളതിന്റെ ഉത്തരം നമുക്ക് ലഭിക്കുന്നത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വ്യക്തമായ ആദർശം പറഞ്ഞുകൊണ്ട്, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് കൂട്ടി നിർത്തലും, അതുപോലെ തന്നെ നിയമപരമായ പോരാട്ടങ്ങളിൽ കോടതികളിലും ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ മറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലും നിയമനിർമ്മാണ സഭകളിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് ഉള്ള, സ്വാധീനമുള്ള പാർട്ടിയായി ലീഗ് മാറിയത് ലീഗിന്റെ രാഷ്ട്രീയം തന്നെയാണ്. നമ്മുടെ നേതാക്കൾ പഠിപ്പിച്ചത് കേവലം രാഷ്ട്രീയ പ്രവർത്തനമല്ല, സേവനത്തോടൊപ്പം, കാരുണ്യ പ്രവർത്തനോടൊപ്പം നമ്മുടെ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ഐക്യം നിലനിർത്തുന്നതിനോടൊപ്പം സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ന്യൂനപക്ഷത്തിന്റെ മാത്രമല്ല, മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ഒരു ഐക്യം മാത്രമല്ല, നേരെ മറിച്ച് ഇവിടെ എല്ലാ സമൂഹവും എല്ലാ സമുദായവും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ പരസ്പര സൗഹാർദ്ദവും അതുപോലെ അനൈക്യമില്ലായ്മയും ഐക്യവും ഒക്കെ വേണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞതുപോലെ തന്റെ സമുദായത്തിന്റെ ഒരു തരി അവകാശങ്ങൾ പോലും നമ്മൾ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ CH പഠിപ്പിച്ചത് സഹോദര സമുദായങ്ങളുടെ അവകാശത്തിന്റെ ഒരു തരി പോലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കവർന്നെടുക്കുകയില്ല എന്നുള്ള ഒരു സന്ദേശം കൂടി കൊടുത്തുകൊണ്ടാണ് CH നമുക്ക് പഠിപ്പിച്ച് ഈ കാലഘട്ടം അത്രയും നമ്മെ നയിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് ആ രാഷ്ട്രീയ പാരമ്പര്യമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു അനുസരണയുള്ള മകൻ എന്ന് പറയുന്നത് പോലെ MSF ഇത്രയും കാലം നടത്തിപ്പോരുന്നത്. ഇന്ന് വളരെയധികം അഭിമാനകരമായ ഒരു രൂപത്തിലാണ് MSF ഉള്ളത്. നേരത്തെ പ്രസംഗത്തിലൊക്കെ പറഞ്ഞു, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ നിരവധി കേന്ദ്ര സർവകലാശാലയിലും ഇന്ന് MSFന്റെ വിജയക്കൊടി പാറുകയാണ്. അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നിങ്ങളെല്ലാവരും എന്തുകൊണ്ട് ഇവിടെ MSFൽ പ്രവർത്തിക്കണം എന്നുള്ള ആദ്യത്തെ ആ ചോദ്യത്തിന് ഉത്തരം, ഇതിൽ പ്രവർത്തിച്ച് വളർന്ന് വലുതായിക്കൊണ്ട് നേതാക്കളായിക്കൊണ്ട്, എല്ലാവരും നേതാക്കളാവാൻ കഴിയില്ല, നേതാക്കളും അനുസരണയുള്ള പ്രവർത്തകരുമായിക്കൊണ്ട് ഈ രാജ്യത്തെ ഐക്യവും സാഹോദര്യവും നിലനിർത്താൻ ഇതേ ആശയമുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾ, നമ്മുടെ നാട്ടിലൊക്കെ അൽഹംദുലില്ലാ നമ്മൾ ഇവിടെ കേരളത്തിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കണ്ണുണ്ടാവുമ്പോൾ കണ്ണിന്റെ വിലയില്ല എന്ന് പറയുന്നത് പോലെയാണ്. നമ്മൾ വടക്കേ ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ, ഉത്തരേന്ത്യയിലൊക്കെ പോകുമ്പോൾ പല സംസ്ഥാനങ്ങളിലും ഇന്നിവിടെ നമ്മൾ ചോദിച്ചു പോവുകയാണ്. ഇന്ന് നമ്മുടെ ന്യൂനപക്ഷ സമുദായത്തിന്റെ അവകാശങ്ങൾ ഏറ്റെടുക്കാൻ പല ആളുകൾ വരുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. അവരൊക്കെ നിരവധി വർഷങ്ങൾ ഭരിച്ച പല സംസ്ഥാനങ്ങളുമുണ്ട്. അവിടെയൊക്കെ ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി എന്താണെന്നറിയാൻ അവിടേക്കൊന്ന് കണ്ണോടിച്ചാൽ തന്നെ മനസ്സിലാകും അവരവിടെ എന്ത് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്നും എന്ത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള എന്ത് പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്ന്. എന്നാൽ അതിനൊക്കെ വിഭിന്നമായിക്കൊണ്ട് കേരളത്തിൽ കൃത്യമായ ഒരു നേതൃത്വത്തോടു കൂടെ സമുദായത്തെ കെട്ടുറപ്പിനോട് നിർത്തിക്കൊണ്ട് പൊതുവായ വിഷയങ്ങളിൽ എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് മുസ്ലിം സമുദായത്തിനും അതോടൊപ്പം രാജ്യത്തിനും മറ്റു സമുദായങ്ങൾക്കും ഒരുപോലെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലമാണ്. അത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കാണാൻ സാധിക്കുകയില്ല. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ വരുമ്പോ കേട്ടു, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കുട്ടികളെ MSFന് മാത്രമല്ല, SFI ആയിക്കോട്ടെ, മറ്റ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ, രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ, വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയ ബോധം, അതല്ലെങ്കിൽ രാഷ്ട്രീയത്തോട് ഒരു പൊളിറ്റിക്കലി ലിറ്ററേറ്റ് അല്ലാത്ത മറ്റു കാര്യങ്ങളിലൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയം എനിക്ക് വേണ്ട കാര്യമല്ല എന്ന് പറയുന്ന ഒരു സമൂഹം, ഒരു വിദ്യാർത്ഥി സമൂഹം ഇവിടെ വരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുറത്ത് നോക്കിക്കണ്ട് അല്ലെങ്കിൽ പുറത്തു നിന്ന് പത്രത്തിൽ നിന്ന് വായിക്കുന്നത് പോലെ രാഷ്ട്രീയത്തെ കുറ്റം പറയുന്നത് പോലെയല്ല. നമ്മുടെ രാജ്യത്ത് മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ, നമ്മുടെ രാജ്യത്ത് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യണമെങ്കിൽ, ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ ജനങ്ങളാണ് ഭരിക്കുന്നത്. അതിന് നിങ്ങൾ ഓരോരുത്തരും രാഷ്ട്രീയ ബോധമുള്ള പൊളിറ്റിക്കലി ലിറ്ററേറ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികളായി വളരണം. അതിന് നമ്മുടെ നാട്ടിൽ നമുക്ക് ഏറ്റവും വലിയ മാതൃക ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും MSFും യൂത്ത് ലീഗും തന്നെയാണ്. നമ്മൾ വയനാട് ദുരന്തം ഈ അടുത്താണ് അന്ന് നടന്നത്. സർക്കാരുകൾക്ക് പോലും മാതൃകയാകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കാഴ്ചവെച്ചത്. ഇന്ന് വയനാട്ടിലെ വെള്ളത്തോട് പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ അവിടെ പുനരധിവാസ പദ്ധതിയുടെ പരിപാടികൾ പ്രകൃതിയായി നടക്കുകയാണ്. മറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അതല്ലെങ്കിൽ മറ്റ്
ഒരു ശക്തിക്കും അവകാശപ്പെടാനില്ലാത്ത രീതിയിൽ നേതൃത്വത്തിന്റെ ഓരോ ആഹ്വാനങ്ങളും ശ്രദ്ധിച്ചു കേട്ടുകൊണ്ട് ഒരുമയോടുകൂടി ഒറ്റക്കെട്ടായി മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ഒരു മാതൃക, അത് തന്നെയാണ് MSF-ലും യൂത്ത് ലീഗിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലും എന്തിന് പ്രവർത്തിക്കണം എന്നതിന്റെ ഉത്തരം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും കൃത്യമായിക്കൊണ്ട് രാഷ്ട്രീയ ബോധമുള്ള, രാഷ്ട്രീയത്തെക്കുറിച്ച് അറിവുള്ള, അതല്ലാതെ വെറുതെ പാർട്ടിയിൽ മെമ്പറായ പോരാ, നേരെ മറിച്ച് പെൺകുട്ടികളും ആൺകുട്ടികളും കൃത്യമായ രീതിയിൽ പഠിച്ചുകൊണ്ട് രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഭാഗമാകാൻ MSF-ന്റെയും യൂത്ത് ലീഗിന്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും ഒക്കെ കൂടെ നിൽക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഇതിന്റെ സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന തിരുവാക്യം കൊണ്ട് ഈ ഒരു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.